ഹായ് സ്റ്റുഡൻസ്, 2025 നീറ്റും കഴിഞ്ഞിരിക്കുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ കാലമാണ് അല്ലേ? പല കുട്ടികൾക്കും ഒരു പ്രാവശ്യം ആദ്യമായിട്ട് +2 ശേഷം നീറ്റ് എഴുതിയവർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കണ്ട് ഞെട്ടി നിൽക്കുന്നു. ഒന്ന് പഠിച്ച് എഴുതിയവരും നന്നായിട്ട് പഠിച്ച ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എഴുതിയവർ അത്യാവശ്യം നല്ല സ്കോറുമായിട്ട് നിൽക്കുമ്പോൾ കുറച്ച് പേര് വിചാരിച്ചത്ര സ്കോർ നേടാൻ കഴിയാതെ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കും. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് +2 കഴിഞ്ഞ് നീറ്റ് ഒരു പ്രാവശ്യം എഴുതി ക്വസ്റ്റ്യൻ കണ്ട് പേടിച്ച് ഇനി എന്ത് ചെയ്യണം എന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങളോടാണ്. ആദ്യം നിങ്ങളോട് തന്നെ പറയാം കേട്ടോ. നോക്കൂ, നമുക്ക് ഇവിടെ MBBS വേണോ, ഞാൻ എന്താണ് ആകേണ്ടത്, ഇത് തീരുമാനിക്കേണ്ടത് മറ്റാരുമല്ല, നിങ്ങളാണ്. ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു സഡൻ ഒരു ദിവസം കാണുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു ദിവസം വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി പറയുന്ന ഒരു വാക്കിലോ അല്ലെങ്കിൽ ബന്ധുക്കൾ പറഞ്ഞു തരുന്ന ഒരു വാക്കിലോ അല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ആ തീരുമാനം എടുക്കുമ്പോൾ രക്ഷിതാക്കളോട് നന്നായിട്ട് സംസാരിച്ച് ആലോചിച്ച് തീരുമാനിക്കാം. കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ അറിയുന്നതിനേക്കാൾ ഉപരി അവർക്ക് നിങ്ങളെ അറിയാം. കാരണം കുറേ നിങ്ങൾ ജനിച്ച സമയം തൊട്ട് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തിലാണ് താല്പര്യം, ഒരുപക്ഷെ നിങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവരാണ് പാരൻസ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയും പോലെ അവരുമായിട്ട് നന്നായിട്ട് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുക. ഇനി തീരുമാനം എടുക്കുമ്പോൾ ഒരുപാട് അഡ്വർടൈസ്മെന്റിന്റെയും ഡിജിറ്റൽ മീഡിയയുടെയും ഒക്കെ കാലമാണിത്. നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ റിസൾട്ടാണ്. കാരണം നിങ്ങൾ നാളെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറുമ്പോൾ അവിടുത്തെ റിസൾട്ട് എങ്ങനെയുണ്ട്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്താണ് റിസൾട്ട്, എങ്ങനെയാണ് റിസൾട്ട്, അത് കൃത്യതയോടെയാണോ സത്യസന്ധമായിട്ടാണോ എങ്ങനെയാണ് എന്ന് വിലയിരുത്തുക. അത് വിലയിരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ. നമ്മൾ ഒരുപാട് ഡിജിറ്റൽ മീഡിയയുടെ കുറ്റങ്ങൾ പറയുമ്പോഴും അത് തുറന്നിടുന്ന അവസരങ്ങൾ ഒരുപാടാണ്. നമുക്ക് ഓരോ സ്ഥലത്തും വേണമെങ്കിൽ അവിടെ ചെന്ന് പോലും നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. അപ്പോൾ കൃത്യമായ ഒരു അനാലിസിസിന് ശേഷമാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം, എവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എവിടെ ഞാൻ പഠിക്കണം എന്ന തീരുമാനം എടുക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം, എവിടെ പഠിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വർഷം ഒരു തപസ്യ പോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകണം. ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് നിന്നതുകൊണ്ട് മാത്രം എനിക്കത് കിട്ടില്ല എന്ന സത്യം നിങ്ങൾ ഉൾക്കൊള്ളണം. എനിക്ക് എത്ര ചെറിയ മാർക്കിൽ നിന്നും ഞങ്ങൾ മുകളിലേക്ക് എത്തിക്കാം എന്ന മോഹന വാഗ്ദാനങ്ങൾ വിശ്വസിക്കരുത് എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ വേണ്ട, ഒരു 5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല. എനിക്ക് എപ്പോഴും മറ്റു കാര്യങ്ങളിൽ ആക്റ്റീവായിട്ട് നിൽക്കാനാണ് ഇഷ്ടം. അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരാൾ 8 മണിക്കൂർ പഠിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ 5 മണിക്കൂറോ 6 മണിക്കൂറോ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ടി വരുന്ന ഒരു കോഴ്സ്, പ്രത്യേകിച്ചും റിപ്പീറ്റേഴ്സൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കണ്ടിന്യൂസ് ആയിട്ടൊരു ഹാർഡ് വർക്ക് നമുക്ക് വേണം. ആ ഹാർഡ് വർക്ക് ചെയ്യാൻ എൻ്റെ സിസ്റ്റം റെഡിയാണോ, ഞാനതിന് തയ്യാറാണോ, എന്നെ കൊണ്ടതിന് പറ്റുമോ എന്ന് നിങ്ങളും. എൻ്റെ കുഞ്ഞിന് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടോ, അവളെ കൊണ്ട് അത് പറ്റുമോ, അവൾക്ക് അവളുടെ തലയിലേക്ക് ഞാനൊരു കല്ലെടുത്ത് വയ്ക്കുന്നത് പോലെയാണോ എന്ന് ചിന്തിക്കേണ്ടത് രക്ഷിതാക്കളും ആണ്. കൃത്യമായിട്ട് അത് തിരിച്ചറിയാനുള്ള സമയമാണിത്. ഇതൊന്നും തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡിൽ എടുക്കേണ്ട തീരുമാനങ്ങളല്ല, മറ്റൊരാളിൻ്റെ വാക്കുകളിൽ നിന്ന് എടുക്കേണ്ട തീരുമാനവും അല്ല, നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കി എടുക്കേണ്ട തീരുമാനമാണ്. തീരുമാനം ശരിയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. വേറെയും ഒരു കാര്യം, ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പരീക്ഷയിൽ പോലും നല്ല വിജയ ശതമാനം, ബ്രില്യൻറ്റിന് ഒരിക്കലും താഴേക്ക് പോകേണ്ട ആവശ്യമില്ലാത്ത വിജയം ഈ വർഷവും ഉണ്ടാകും എന്ന ഉറപ്പിൽ തന്നെയാണ് നിങ്ങളോട് ഇപ്പോൾ വന്ന് ഇത് സംസാരിക്കുന്നത്. ഇനി അതല്ല, എനിക്ക് അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്കങ്ങനെ ഇരിക്കാനോ, എനിക്ക് അത്രയും വർക്ക് പ്രഷർ താങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ലിറ്ററേച്ചറാണ് താല്പര്യം, എനിക്ക് മറ്റൊരു മേഖലയാണ് താല്പര്യമെങ്കിൽ അത് വളരെ ഫ്രാങ്കായിട്ട് രക്ഷിതാക്കളോട് പറയാനുള്ള അവസ്ഥ നിങ്ങൾക്കുണ്ടാകണം. ഇനി കുഞ്ഞത് പറയുമ്പോൾ അവളുടെ കാലിബർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ മോളെ ഡോക്ടറായി കാണാൻ ഇഷ്ടമായിരിക്കും. നന്നായിട്ട് വരയ്ക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ നന്നായിട്ട് എഴുതാൻ കഴിയുന്ന കുട്ടിക്ക് ഒരു പക്ഷേ ഒരു പത്രപ്രവർത്തകയാകാനായിരിക്കും ഇഷ്ടം. അപ്പൊ കുട്ടിയുടെ ഇഷ്ടങ്ങൾ എന്താണ്
ആ ഇഷ്ടങ്ങളെക്കാൾ ഉപരി അവളുടെ കാലിബർ എന്താണ് നന്നായിട്ട് എഴുതാൻ കഴിവുള്ള, ലാംഗ്വേജ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന, അത്യാവശ്യം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി ഒരു പത്രപ്രവർത്തകയാകാൻ ഇഷ്ടപ്പെടുന്നു എങ്കിൽ എന്താണ് അതിൽ തെറ്റ്? സോ കുഞ്ഞിന്റെ ആഗ്രഹങ്ങൾ അത് ജെനുവിൻ ആണെങ്കിൽ അവളെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്തൊക്കെയാണ് നന്നായിട്ട് എഴുതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മത്സരങ്ങളിലൊക്കെ വിജയിച്ച് നല്ല ലാംഗ്വേജ് ഉള്ള ഒരു കുട്ടിയെ ഒട്ടും കുത്തിയിരുന്ന് പഠിക്കാൻ, ഹാർഡ് വർക്ക് ഒരുപാട് നേരം കുത്തിയിരുന്ന് പഠിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കുട്ടിയെ നമ്മൾ പിടിച്ച് ഇരുത്തി കൊണ്ടുവന്ന് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലേക്ക് എത്തിക്കണോ എന്ന് ഒരു പ്രാവശ്യം കൂടി നമ്മൾ ആലോചിക്കണം. ഇനി മെഡിക്കൽ എൻട്രൻസ്, നീറ്റ് വേണ്ട, എനിക്ക് മറ്റെന്തെങ്കിലും എൻട്രൻസ് ആണ് വേണമെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് നീറ്റ് പരീക്ഷ എഴുതി അത്യാവശ്യം എനിക്ക് നല്ല സ്കോർ ഇല്ല, ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നാലോചിക്കുന്ന മറ്റു വിഭാഗക്കാരോടാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ കുറേ ദിവസമായിട്ട് കുട്ടികളെല്ലാം തന്നെ ഫോണിൽ വിളിച്ചിട്ട് മിസ്സേ എനിക്ക് അത്ര നല്ല സ്കോർ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യണം, ഏത് കോഴ്സാണ് നല്ലത്, ബയോ കെമിസ്ട്രി ആണോ നല്ലത്, ബയോ ടെക്നോളജി ആണോ നല്ലത്, മൈക്രോബയോളജി ആണോ നല്ലത്, അല്ലെങ്കിൽ ലാംഗ്വേജ് ആണോ നല്ലത്, LLBക്കാണോ ഞാൻ പോകേണ്ടത്, വേറെന്തിനെങ്കിലും ആണോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ. ഇവിടെയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടം എന്താണ്? നിങ്ങളുടെ ഇഷ്ടമാണ് അവിടെ ഏറ്റവും പ്രധാനം. ഒരു പക്ഷേ ഇഷ്ടം നിങ്ങൾക്ക് ലൈഫ് സയൻസ് പഠിക്കാൻ ഇഷ്ടം, അവിടെ ബയോ കെമിസ്ട്രിക്കാണോ, ബയോടെക്നോളജിക്കാണോ, മൈക്രോബയോളജിക്കാണോ ഏറ്റവും കൂടുതൽ മുൻതൂക്കം എന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ. നോക്കൂ, ഇപ്പോഴും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് സമയം ചെലവിടുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു വെബ്സൈറ്റിൽ സാധ്യതകൾ പരതാം. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ആകട്ടെ. ബയോടെക്നോളജി എടുത്തു കഴിഞ്ഞാൽ ബയോടെക്നോളജി ഓഫർ ചെയ്യുന്ന കോളേജുകൾ എന്തൊക്കെയാണ്, അത് പഠിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് എൻ്റെ ജോലി എവിടെയൊക്കെ ആയിരിക്കും, എത്രത്തോളം റിസർച്ച് സാധ്യതകളാണുള്ളത്, അത് ഇന്ത്യയിൽ എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫിംഗർ ടിപ്പിൽ ഇപ്പൊ കിട്ടും. അത് തന്നെയാണ് ഈ ഒരു ഡിജിറ്റലൈസേഷന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസും. അത് നോക്കിയതിനു ശേഷം വീട്ടുകാരുമായി ഡിസ്കസ് ചെയ്യുക, അതിനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാനുള്ള അവസരം വീട്ടിൽ നിന്ന് ആ ഒരു സാഹചര്യമുണ്ടോ, അതിനനുസരിച്ചാണ് കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇത് ഒരിക്കലും ഒരു നിമിഷം കൊണ്ട് ഒരു അധ്യാപികയോട് അല്ലെങ്കിൽ അച്ഛനോട് അമ്മയോട് ചോദിച്ച് ഒറ്റ സെക്കൻഡിൽ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഈ ആലോചനയിൽ ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ ഏത് സബ്ജക്ട്, ഏത് യൂണിവേഴ്സിറ്റി എന്ന് ആലോചിക്കുമ്പോൾ പോലും ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നാൽ CUET ഒരുപാട് സാധ്യതകൾ തുറന്നിടുന്ന ഒരു മേഖലയാണ് നമ്മുടെ CUET-യിൽ എന്തൊക്കെ പ്രോഗ്രാം ആണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, CUET വെബ്സൈറ്റിൽ പോകൂ, യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞ ഒരു ടാബ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ്, അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ. നിങ്ങൾക്കിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് വേണ്ടതെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്ലിക്ക് ചെയ്യൂ. ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണുള്ളതെന്ന് ലിസ്റ്റ് വരും. ഓരോ യൂണിവേഴ്സിറ്റിയും എടുത്തു നോക്കൂ, അവിടെ എന്തൊക്കെ കോഴ്സുകളാണുള്ളത്. ഓരോ യൂണിവേഴ്സിറ്റി എടുത്തു നോക്കുമ്പോഴും നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അത് മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെ സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കൂ. ഓരോ സബ്ജക്റ്റിന്റെയും സാധ്യതകൾ, അത് പഠിച്ചാൽ എന്താകും, ഈ സാധ്യതകൾ പരതുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കണം. 2 റീലുകൾ കാണുന്ന സമയത്ത്, ഒരു പാട്ട് കേട്ട് എൻജോയ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും വേണ്ടെന്നല്ല, വേണം. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇന്ന് നിങ്ങളുടെ സാധ്യതകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോകത്തെമ്പാടുമുള്ള എന്തൊക്കെയാണ് ചാൻസസ്, എവിടെയാണ് ജോലി, എന്തൊക്കെ കോഴ്സുകളാണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. ഇനി അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ, ഒരു നല്ല കൺഫ്യൂഷനിലൂടെ കടന്നു പോകുമ്പോൾ രക്ഷിതാക്കളോടും അല്ലെങ്കിൽ അറിവുള്ളവരോടും ചോദിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ ഇപ്പോഴും ബ്രില്യൻ്റ് എന്ന സിസ്റ്റം ഉണർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാൻ ഞങ്ങൾ ഓരോരുത്തരും ഇന്നും അലേർട്ടായിട്ട് ഇവിടെയുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളുടെ സാധ്യതകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, അതിനനുസരിച്ച് വരുന്ന കൺഫ്യൂഷനുകൾ മാറ്റാൻ ഞങ്ങൾ എപ്പോഴും ഇവിടെയുണ്ട്. സോ ഓരോ കുട്ടിയോടും പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാണ്, നിങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അത് തിരിച്ചറിയാനുള്ള സമയം, ഇനി ഞാൻ എന്താ, ഇനി ഞാൻ എവിടെ എന്ന് ചിന്തിക്കുമ്പോൾ, ഞാൻ ഇതുവരെ എന്തായിരുന്നു, എൻ്റെ കുഞ്ഞ് ഇതുവരെ എന്താണ്, ഇനി എങ്ങനെ പോണം എന്നത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ നല്ലൊരു റിസർച്ച്, നല്ലൊരു ചിന്ത, നല്ലൊരു ചർച്ച, ഇതിലൊക്കെ കൂടിയാണ് നമ്മൾ ഇനി എന്തെന്ന് തീരുമാനിക്കേണ്ടത്. ഈ തീരുമാനത്തിനും
നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നിങ്ങളോടൊപ്പം കൈപിടിച്ച് നടക്കാൻ ഞങ്ങൾ ബ്രില്യൻ കുടുംബാംഗങ്ങൾ ഇവിടെ റെഡിയാണ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.